LDF സർക്കാരിന്റെ കാലത്ത് പാലത്തായി കേസന്വേഷണവും അതിന്റെ വിചാരണ നടപടികളും അതീവ ജാഗ്രതയോടെയാണ് നടത്തിയിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് കേസിലെ പ്രതിയായിട്ടുള്ള പത്മരാജന് ശിഷ്ടകാല ജീവിതം മുഴുവൻ തടവ് ശിക്ഷ, കഠിന തടവ് ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള വിധി തലശ്ശേരി പോക്സോ കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്കാണ് ശിഷ്ടകാല ജീവിതം പൂർണ്ണമായും തടവിലടക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്കാണ് ഇപ്പോൾ UDF സർക്കാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ജാമ്യം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ആ ശിക്ഷ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുക. സാധാരണ നിലയിൽ ജീവപര്യന്തം പോലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിൽ ജാമ്യത്തിന്റെ കാര്യം പരിഗണിക്കുന്നത് തന്നെ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. വളരെ എളുപ്പം ജാമ്യം കിട്ടില്ല. ഇത് ജീവപര്യന്തല്ല, ശിഷ്ടകാല ജീവിതം പൂർണ്ണമായും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്കാണ് പൊടുന്നനവേ ജാമ്യം ലഭിക്കുന്നു. ഈ കേസ് ഒക്ടോബർ മാസത്തിലാണ് 2026 ഒക്ടോബർ മാസത്തിലേക്കാണ് കേസ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഒക്ടോബർ മാസത്തിൽ കേസ് പോസ്റ്റ് ചെയ്തത് LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ മാർച്ച് മാസം. ആ സമയത്ത് ഒക്ടോബറിലേക്ക് പോസ്റ്റ് ചെയ്ത കേസ് UDF അധികാരത്തിൽ വന്നതോടുകൂടി മെൻഷൻ ചെയ്ത് ആ കേസ് അഡ്വാൻസ് ഹിയറിംഗിന് വേണ്ടി വെപ്പിക്കുക. സാധാരണ നിലയിൽ അത്തരമൊരു നീക്കമുണ്ടാകുമ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഗൗരവത്തിലുള്ള ഒരു എതിർപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നുള്ള ഒരു അപേക്ഷ കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ കോടതി ഉടനെ തന്നെ ഗുരുതരമായ ഒരു കുറ്റമാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇരയുടെ വാദം കൂടി കേൾക്കണം എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി തന്നെ അതിന്റെ മേലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കോടതി പറഞ്ഞത് പാനൂർ SHO ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ അമ്മയെ വീട്ടിൽ പോയി കണ്ട് ഇങ്ങനൊരു അപ്പീൽ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നും അതിൽ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുമുള്ള വിശദാംശങ്ങൾ മാതാവിനെ കണ്ട് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ പോയി ഞങ്ങൾ ഇന്നലെ, ഞാനും സഖാവ് N ഷംസീറും T ഹരീന്ദ്രനും ഞങ്ങൾ 3 പേര് ഇന്നലെ വീട്ടിൽ പോയി. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള വിവരം വല്ലതും തന്നിരുന്നു എന്നാ വീട്ടിൽ അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിവരവും നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു കാര്യവും പറയാതെ നേരെ കോടതിയിൽ സർക്കാർ അഭിഭാഷകർ കോടതിയിൽ വീട്ടില് അമ്മയെ നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം പോലീസ് ആവശ്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല, നൽകിയെങ്കിലും
വീട്ടിൽ നിന്ന് അവരാരും ഒന്നും പ്രതികരിച്ചില്ല എന്ന് തെറ്റായ വിധത്തിൽ കോടതിയെ അറിയിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പൊ ഇതാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പണിയെടുത്തത്? അത് ആ ഘട്ടത്തിൽ തന്നെ വാർത്തയായി വന്നു. വാർത്തയായി വന്നപ്പോഴാണ് കോടതിയിലെ റിപ്പോർട്ടൊക്കെ പോയതിനു ശേഷമാണ് പേരിന് വീട്ടിൽ അറിയിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. അപ്പൊ വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള, പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയും BJPയുടെ താല്പര്യാർത്ഥം കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയുമുള്ള ഒത്തുകളി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്.